Better place for better looks. അടിമുടി മാറാൻ വടക്കാഞ്ചേരിയിലെ ആദ്യത്തെ ബ്യൂട്ടി പാർലർ ഇപ്പോഴിതാ ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും വടക്കാഞ്ചേരിയിൽ 30 years of legacy. All types of hair treatment, haircut, kids haircut, pedicure and manicure, dandruff treatment, bridal makeup and makeover. Better place for better look. Diana Beauty Care, Ashtapati Complex, Purayoram, വടക്കാഞ്ചേരി. Mobile number 963-359-2827. നമസ്കാരം, എനി ടൈം ന്യൂസിലേക്ക് സ്വാഗതം. വയനാട്ടിൽ ഉരുൾപൊട്ടലുണ്ടായ മുണ്ടക്കൈ ചൂരൽമല പുഞ്ചിരിമട്ടം പ്രദേശങ്ങൾ സന്ദർശിച്ച് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. ഇന്ന് രാവിലെയാണ് സുരേഷ് ഗോപി വയനാട്ടിലെത്തിയത്. ബേലി പാലത്തിലൂടെ മുണ്ടക്കൈ പുഞ്ചിരിമട്ടം പ്രദേശങ്ങൾ സന്ദർശിച്ച് സുരേഷ് ഗോപി സ്ഥിതിഗതികൾ വിലയിരുത്തി. ദുരന്തഭൂമി സന്ദർശിച്ച സുരേഷ് ഗോപി രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്ന സൈനിക ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചു. വയനാട് ദുരന്തം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുന്നതിന്റെ നിയമവശങ്ങൾ പരിശോധിക്കേണ്ടതുണ്ടെന്ന് സുരേഷ് ഗോപി മാധ്യമങ്ങളോട് പറഞ്ഞു. ദുരിതബാധിതരുടെ മാനസികാരോഗ്യത്തിനും പുനരധിവാസത്തിനുമാണ് ഇപ്പോൾ പ്രാധാന്യം നൽകുന്നതെന്നും എല്ലാ കാര്യങ്ങളും കേന്ദ്രം വിലയിരുത്തുന്നുണ്ടെന്നും സുരേഷ് ഗോപി പറഞ്ഞു. അല്ല, അതെല്ലാം ഉണ്ട്. നമുക്കത് സംസാരിക്കണമെങ്കിൽ കളക്ടറുമായിട്ട് ഇരുന്ന് എത്ര പേര് പുനരധിവാസം എന്ന് പറയുമ്പോൾ എവിടെ എങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ടെക്നിക്കലായിട്ടുള്ള കാര്യമാണ്. അതിനകത്ത് എൻ്റെ മനസ്സിലാക്കലിൽ നിന്ന് എൻ്റെ അറിവിൽ നിന്ന് കോൺട്രിബ്യൂട്ട് ചെയ്യാനുള്ളത് ഞാൻ കോൺട്രിബ്യൂട്ട് ചെയ്യും. ഇത് ചർച്ചയ്ക്ക് വെച്ച് കേരള സർക്കാർ ഒരു റിപ്പോർട്ട് തയ്യാറാക്കി കേന്ദ്രത്തിനെ അറിയിക്കുന്നിടത്താണ് എല്ലാവരും കൂടി യോജിച്ച് ഇതിനൊരു പരിഹാര നടപടിയിലേക്ക് പോകുന്നത്. അതിനെ നമ്മൾ റീഹാബിലിറ്റേഷൻ എന്ന് വിളിക്കും. ഇനി അതിനേക്കാൾ പ്രധാനം ഇത് നേരിട്ട് തൊട്ടനുഭവിച്ച് കണ്ടറിഞ്ഞ് ഇത് ഒരുപക്ഷെ ഇതിൻ്റെ ഒരു പെരിഫറിയിൽ നിന്നുകൊണ്ട് അനുഭവിച്ചറിഞ്ഞവരുടെ ഒരു മാനസിക പുനരധിവാസം എന്ന് പറയുന്നതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ ഒരു ചുമതലയുള്ളത്. അതിലേക്കാണ് ആദ്യം പോകേണ്ടത്. ഇന്ന് രാവിലെ മന്ത്രി വ്യാസമൊക്കെയായിട്ട് കൂടിക്കാഴ്ച നടത്തിയിരുന്നപ്പോൾ അത്തരത്തിലൊരു സംസ്ഥാന കേന്ദ്ര അല്ല, അതങ്ങനെ തന്നെയല്ലേ. അത് ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ അതിന് ഒരു മറുപടി ആഗ്രഹിക്കാനോ പാടുണ്ടോ? അതങ്ങനെ തന്നെയല്ലേ. സംവിധാനം അങ്ങനെയാണല്ലോ, അങ്ങനെ തന്നെ ഉണ്ടാവും. നമുക്ക് ആ കണക്ക് കൃത്യമായിട്ട് എടുക്കാനൊക്കത്തില്ല. ഇപ്പം ഡൊമസ്റ്റിക് ടൂറിസത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പോലീസിൻ്റെ രജിസ്റ്ററിൽ 4 പേരായിരിക്കും ഒരു മുറിയിൽ. പക്ഷേ നമ്മുടെ ഒരു രാജ്യത്തിൻ്റെ എക്കണോമിക്സ് അനുസരിച്ച് അതിനകത്ത് 8, 10, 12 പേര് ആ മുറിയിൽ താമസിക്കും. ബാക്കിയുള്ളവരുടെ പേര്, എണ്ണം ഒന്നും പോലീസിൻ്റെ കയ്യിൽ കാണില്ല. അപ്പം നമ്മൾ എങ്ങനെ ഒരു കൃത്യമായ എണ്ണം നിശ്ചയിക്കും? അങ്ങനെ 10-12 പേര് കിടന്നുറങ്ങുന്ന ഒരു മുറിയിൽ നിന്ന് ഒരാളെ പിക്ക് ചെയ്താൽ അയാൾക്ക് ഒരു രേഖ നൽകാൻ കഴിയും. ആ മുറിയിൽ ബാക്കി ഇത്ര പേര് കൂടി ഉണ്ടായിരുന്നു. അന്നേരമേ നമുക്കൊരു യഥാർത്ഥ കണക്ക് കിട്ടും. അതാണ് ഞാൻ പറഞ്ഞത്, ശാസ്ത്രം പോലും ഒന്ന് തല കുനിച്ച് നിൽക്കുന്ന അവസ്ഥയാണ്. അപ്പം ചെന്നിരുന്ന് സംസാരിച്ചതിന് ശേഷം ISROയുടെ ഒരു ഡീപ്പ് സ്റ്റഡി നടത്തുന്ന റഡാസിൻ്റെ ആവശ്യമുണ്ട്. ആ റീഡേഴ്സ് കൊണ്ടുവരുന്നത് എന്താ വെച്ചാൽ കളക്ടറുമായിട്ടൊന്നിരുന്ന് സംസാരിക്കണം, അല്ലാതെ നമുക്കൊന്നും പറയാനൊക്കത്തില്ല. അതിനുശേഷം ISRO ചെയർമാനെ വിളിച്ച് ഇവിടെ നിന്ന് തന്നെ സംസാരിച്ച് എന്താ വേണ്ടതെന്ന് അല്ല, അത് പരിശോധിക്കും. അത് നിങ്ങൾക്കറിയാവുന്ന കാര്യമായിരിക്കും അതെങ്ങനെയാണ്. അപ്പോൾ അത് പരിശോധിക്കേണ്ട കാര്യമാണ്. അതിൻ്റെ സാധ്യത, സാധുത അതെല്ലാം പരിശോധിക്കണം. അല്ല, അതൊന്നും ഇപ്പം നമ്മൾ സംസാരിക്കേണ്ട കാര്യമല്ല. പാർലമെൻറ്റിൽ ഉന്നയിച്ചു, അതിന് മറുപടി കൊടുത്തിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. അത് നമ്മുടെ ഇപ്പം കരുതലും കരുണയും സ്നേഹവും തലോടലും മാത്രമാണ് വേണ്ടത്. അതിനിടയ്ക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ എഴുന്നള്ളിച്ച് ഒരു അസ്വസ്ഥത വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യവും ചെയ്യരുത്. അത്രയേ ഉള്ളൂ.
അത് പറയുമ്പം ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായ വിഷമത്തിലുള്ള ക്ഷോഭം തന്നെ വരും. ഇപ്പം അതല്ല സംസാരിക്കുന്നത്. പിന്നെ മറുചോദ്യം പാർലമെന്റിൽ ഉന്നയിച്ച ഒരു സബ്മിഷന് എതിരെ കൊടുത്ത മറുപടിയാണ്. അതൊരു മന്ത്രിയുടെ ഉത്തരവാദിത്വമാണ്. അത് പറഞ്ഞേ മതിയാവും. പക്ഷെ അതെടുത്തിട്ട് നമ്മളിപ്പോൾ ഇതിനകത്ത് ബാധിക്കപ്പെട്ടവരുടെ മനസ്സിനെ മഥിക്കരുത്. എല്ലാവരും ഉണ്ടാവും. രാജ്യം ആദ്യത്തെ സ്ഥാനത്തുണ്ടാകും. സംസ്ഥാനം ഉറപ്പായിട്ടും ആ കാര്യസാധ്യത്തിന് വേണ്ടി പ്രധാനപ്പെട്ട ഒരു ഹാൻഡിലായി പ്രവർത്തിക്കും. ന്യൂസ് ഡെസ്ക് എനി ടൈം ന്യൂസ്. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്.